പോരുന്ന സമയത്ത് ഡോക്ടർ ഞങ്ങളോടൊരു കാര്യം സൂചിപ്പിച്ചു. ഒരു ശാസന പോലെ. എന്താ പറഞ്ഞെന്നറിയോ? നിന്നെ ഒരു രോഗിയായി കാണരുത്, കട്ടിലിൽ ഇങ്ങനെ കിടത്തരുതെന്ന്. എടാ, നിന്നെ ഞങ്ങൾ എവിടെ കൊണ്ടുപോകണം? എന്ത് കാഴ്ചകൾ കാണിക്കണം? എന്തെങ്കിലും ഒരു സൂചന പറ. അതെ, അന്ന് ഇവിടെ വന്ന അഞ്ജുനെ നിനക്ക് ഓർമ്മയുണ്ടോ? ആക്സിഡന്റ് പറ്റി കിടന്ന അവളെപ്പറ്റി ആ ഡോക്ടർ പറഞ്ഞതുപോലെ പ്രസിഡന്റിനെ കൊണ്ടുവരണോ? അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടനെയോ സിനിമാ നടിയോ കൊണ്ടുവരണോ? അതും അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നിന്റെ ഫേവറിറ്റ് എ റഹ്മാനെ കാണണോ? ഈ ജാക്ക് കൊണ്ടുപോടാ അവിടെ. അതാണ് നിന്റെ സുഹൃത്തുക്കൾ. അല്ല, അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ? വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, വണ്ടി ഓടിച്ചു നോക്കാൻ പോയിരിക്കുക. ഓക്കെ ഏട്ടാ, പോയിട്ട് വരട്ടെ. ചെന്നൈ കൊണ്ടുപോകുന്ന ഒരു ആവേശത്തിന് കുഞ്ചാക്ക വെറുതെ പറഞ്ഞാണെങ്കിലും പക്ഷേ അതിൽ ചില സാധ്യതകളുണ്ട് നിങ്ങൾ തിരിച്ചറിയും. അവൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാളെ നേരിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അവനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ഡോക്ടറിൻ്റെയും അഭിപ്രായം. കോളേജ് മാനേജ്മെൻറ്റും അതിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ആ വലിയ ലക്ഷ്യത്തിനായുള്ള ശ്രമങ്ങൾ തുടങ്ങി. പൂർണ്ണമായും അതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാം. എന്തെങ്കിലും ഉറപ്പായിട്ട് മതി ശ്യാമിനോട് കാര്യം പറയുന്നതെന്ന് കരുതി അവനെ മാത്രം ഈ ശ്രമം അറിയിച്ചില്ല. ഇതിനായി ചെന്നൈയിൽ ആരെ സമീപിക്കണം ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അവൻ്റെ മ്യൂസിക് കണക്ഷൻ വഴി ഒരു ചെറിയ പിടിവള്ളി കിട്ടി. അങ്ങനെ ഒരു വിനോദയാത്ര എന്നുള്ള പോലെ ഞങ്ങൾ ചെന്നൈക്ക് പുറപ്പെടുകയായിരുന്നു. ചെന്നൈ ട്രിപ്പ് ഞങ്ങൾ പണ്ട് ഒരുമിച്ച് നടത്തിയിട്ടുള്ള യാത്രകളുടെ അതേ അനുഭവം വെക്കാൻ പരമാവധി ശ്രമിച്ചു. രാത്രിയോടെ അനിലിന്റെ ബന്ധുവായ സന്ദീപിന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അനിയുടെ കസനായ സന്ദീപിന്റെ വീട്ടിൽ തങ്ങിയ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ സഞ്ജുവിന്റെ ഫ്രണ്ടായ സേതുവിന്റെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നു. വലിയ പ്രതീക്ഷയോട് പോയ പരിചയപ്പെടലിന് അല്പം മാത്രമേ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ. ഹായ്, ഇതാണ് വിനീത്. ഞാനെന്നല്ലേ പറഞ്ഞ സോനു. ഹായ് ഹാരിസ്. ഓക്കെ സഞ്ജു, നിങ്ങൾ ഇന്നലെ വന്നു അല്ലേ? എന്നോട് സേതുട്ടൻ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ റഹ്മാൻ സാറായിട്ട് എനിക്ക് നേരിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല. അദ്ദേഹത്തിൻ്റെ മാനേജറെ എനിക്കങ്ങനെ പരിചയവുമില്ല. പക്ഷെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റിയേക്കും. ആ വഴി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പുള്ളി ബിസിയാണോന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് രാത്രി വിളിക്കാം. ഓക്കെ, ശരി. ഏതായാലും നിങ്ങൾ അവനെ ഇത്ര എത്തിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. ഒന്നും ടെൻഷൻ അടിക്കണ്ട, ഒക്കെ ശരിയാവും. ഓക്കെ ശരി. ഹെൽപ്പ് ചോദിക്കാമെന്ന് വിനീതേട്ടൻ പറഞ്ഞത് റഹ്മാൻ സാറുമായി അടുത്ത് പരിചയമുള്ള ഡയറക്ടർ ഗൗതം മേനോൻ സാറിനോടായിരുന്നു. സാറിൻ്റെ ചിത്രങ്ങളിലെ റഹ്മാൻ സോങ്സ് പലതും ശ്യാമിൻ്റെ ഫേവറേറ്റ്സ് ആയിരുന്നു. പക്ഷേ കാര്യങ്ങളുടെ പുരോഗമനം ശ്യാമിനെ മാത്രം അറിയിക്കാതെ അവൻ്റെ മുമ്പിൽ ഞങ്ങൾ ഓരോ നേരം പോക്കുകളായി അവതരിപ്പിച്ചു. ഞങ്ങളുടെ സ്ഥിരം ടൂർ പോലെ. ഭാഗ്യത്തിന് പിറ്റേന്ന് ഗൗതം സാർ അനുവദിച്ചു തന്നൊരു മീറ്റിംഗിൽ അല്പം ടെൻഷനോടെയാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും വി കെയിം ഫ്രം ബസ്. നിങ്ങൾ എവരിവൺ. മലയാളത്തിൽ സംസാരിച്ചോളൂ. ഐ കൻ മാനേജ്. ഐൽ ട്രൈ. താങ്ക് യു സർ. ശരിക്കും ശ്യാം ഒരു ഭയങ്കര മ്യൂസിക് ലവറാണ്. പ്രത്യേകിച്ചും റഹ്മാൻ സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എന്തെങ്കിലും ഞാൻ ചെന്നൈ പോയി ഇദ്ദേഹത്തെ കാണും. ഒന്നും നടന്നില്ലെങ്കിൽ പുറത്തുനിന്ന സ്റ്റുഡിയോ എങ്കിലും. പിറ്റേന്ന് വിദേശത്തൊരു ഷൂട്ടിങ്ങിന് പോകേണ്ട തിരക്കുണ്ടായിട്ടും ഞങ്ങളെ കാണാൻ സന്മനസ് കാണിച്ച അദ്ദേഹത്തോട് നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. സോ നിങ്ങളുടെ അറ്റംപ്റ്റ് ഒരു പക്ഷേ ഷ്യാമിന് ഗുണം ചെയ്തേക്കാമല്ലേ? സാർ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അദ്ദേഹത്തെ കണ്ടുകൊണ്ടേ അവൻ സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷേ ഡോക്ടറിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇങ്ങനെ ഡിഫ്യൂസ് ആക്സിഡൽ ഇഞ്ചുറി ഉള്ളവർക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ട് താനും. നോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് റഹ്മാൻ സാറിൻ്റെ തിരക്കും സ്കെഡ്യൂളും അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ വിചാരിക്കുന്ന പോലെ തിരക്കിട്ട് നടത്താവുന്നതല്ല. അറിയാം സർ. പക്ഷേ ഞങ്ങളുടെ ഈ തിരക്കിൻ്റെ പിന്നിൽ ഒരു കാര്യമുള്ളൂ. മെഡിക്കൽ ഹിസ്റ്ററി പ്രകാരം ഇത്തരക്കാർ 18 മാസത്തിനുള്ളിൽ സംസാരശേഷി വീണ്ടെടുത്തില്ലെങ്കിൽ പിന്നീട് അതിനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. ഓക്കെ, എവിടെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത്? ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സാർ, ECR. ഓക്കെ, അപ്പം അതിനറിയോ നിങ്ങൾ റഹ്മാൻ സാറിനെ കാണിക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? ഇല്ല, ഞങ്ങളൊരു ടൂറാണെന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സോ പറ്റിയാൽ റഹ്മാൻ സാറിനെ കാണണം, അല്ലെങ്കിൽ സ്റ്റുഡിയോയെങ്കിലും അവിടെ കാണിക്കണം. അതെ സാർ. അല്ലേ? നോക്കാം. ഐ ട്രൈ മൈ ബെസ്റ്റ്. എനിക്ക് ഒരു ദിവസം ടൈം തരൂ. താങ്ക് യു സർ. നോ ഫോർമാലിറ്റീസ്. നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ ലക്ഷ്യം നന്മയുള്ളതായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഏതായാലും ചെന്നൈ വന്നതല്ലേ, പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഷ്യാമിനെ കൊണ്ടുപോയി കാണിക്കുക. ലെറ്റ് ഹിം ഓൾസോ എൻജോയ് ചെന്നൈ. ഓക്കെ സർ, ബാക്കിയുള്ളവരെല്ലാം പോയിരിക്കണം കറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നൈസ് മീറ്റ് യു സർ. താങ്ക് യു സാർ.